പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു ക്രിസ്തു എന്ന യേശു മഹാരാജാവ് എളിയദാസനെ അനുവദിച്ചിനോർത്ത് ആ മഹാരാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാനിങ്ങനെ സ്തുതിച്ചാരാഴ്ച നന്ദി പറഞ്ഞ യേശു സ്തോത്രങ്ങൾ സ്വീകരിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നത് മാത്രമാണ് എൻ്റെ വീഡിയോയുടെ മുഖ്യ പ്രതിപാദന വിഷയം. സുവിശേഷം ജനത്തെ അറിയിക്കുക, സുവിശേഷത്തിൽ ജനത്തെ ഒരുക്കുക, സുവിശേഷത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് എൻ്റെ കടമയോ ദൗത്യമോ അല്ല. അതിനു വേണ്ടിയിട്ടല്ല യേശുക്രിസ്തു എന്നെ ഇത് ഏൽപ്പിച്ചത് എന്ന് യേശുക്രിസ്തു തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഇപ്രകാരമാണ്: ഇനി സുവിശേഷം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കത്തോലിക്ക സഭയിൽ കേരളത്തിൽ ഏതാണ്ട് 107 ധ്യാന മന്ദിരങ്ങൾ, ധ്യാന സെൻ്റർ ഉണ്ടെന്ന് ഏതോ വീഡിയോയിൽ കണ്ടതുപോലെ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. ധാരാളം ധ്യാന സെൻ്റർ, ഓരോ ജില്ലയിലും ഒരു കണക്കി പറഞ്ഞാൽ ധ്യാന ക്ലാസ്സുകളും ധ്യാന സെൻ്ററുകളും നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം നാം മനസ്സിലാക്കും, സുവിശേഷം കേൾക്കുന്തോറും മനുഷ്യൻ നശിച്ച് തീരുകയാണ്. സുവിശേഷം കേൾക്കുക, സുവിശേഷത്തിൽ നശിക്കുക. സുവിശേഷം കേൾക്കുക, സുവിശേഷത്തെ എതിർക്കുക. സുവിശേഷം കേൾക്കുക, അതിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാരം മത്തായിയുടെ സുവിശേഷം ചെയ്യുക, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുക, അതേപടി അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ടുവന്നറിയുക. നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുക, വീണ്ടും അശുദ്ധിയും മ്ലേച്ഛതയും ചെയ്യുക. നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുക, വീണ്ടും നശിക്കുക. നിത്യജീവൻ്റെ സുവിശേഷം കേൾക്കുക, വീണ്ടും നശിക്കുക. ഇങ്ങനെ എൻ്റെ പൊന്നു സഹോദരനെ, ഏതാണ്ടൊരു 2000 ആണ്ട് മുതൽ ഈ 25 വർഷം ഞാൻ സഭയെ പഠിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സനാതന സുവിശേഷം യേശു എന്നോട് സംസാരിച്ചപ്പോൾ, സനാതന സുവിശേഷം നീ ലോകത്തോട് പ്രഘോഷിക്കണമെന്ന് ഈശോ എന്നെ ഭരമേൽപ്പിച്ചപ്പോൾ, പ്രത്യേകിച്ചും 2019 കാലഘട്ടങ്ങളിൽ ഡെമോൺസ്ട്രേഷൻ എന്ന് രാത്രി 12 മണിക്ക് ശേഷം 2 മണിക്ക് 3 മണിക്ക് ഇടയ്ക്കൊരു സമയം എന്നെ സ്വപ്നത്തിൽ കൂടെ കർത്താവ് സംസാരിച്ചപ്പോൾ, ആ വലിയ വെളിച്ചത്തിലും വലിയ ആ വെളിച്ചത്തിൻ്റെ നടുക്ക് നിന്ന് ആ ശബ്ദം ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ, കേട്ടപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞതാണ് ഡെമോൺസ്ട്രേഷൻ. അതേപടി തന്നെ ഞാനും അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത എന്നോട് കർത്താവായ യേശു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. സ്വപ്നത്തിൽ കേട്ട വാക്കല്ലേ, വേഗം ഏറ്റെടുത്ത് ഒരു ബുക്കിൽ ഡെമോൺസ്ട്രേഷൻ എഴുതി വെച്ചു. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ഡിക്ഷണറി തുറന്ന് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്നുള്ള വാക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഉദാഹരണ സഹിതം പഠിപ്പിക്കുക, പ്രബോധകനാകുക, ഡെമോക്രാറ്റ് ആവുക, പഠിപ്പിക്കുക, ഉദാഹരണ വസ്തുക്കൾ സഹിതം പഠിപ്പിക്കുക, പഠ്യേതാവുക, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അന്നു മുതലാണ് കർത്താവ് എന്നോട് പറയുകയാണ്, നീ പഠിപ്പിക്കണം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഈശോയോട്: യേശുവേ, അങ്ങ് എന്താണ് എന്നോട് പഠിപ്പിക്കാൻ പറയുന്നത്? സുവിശേഷം പഠിപ്പിക്കണോ, അതോ ഞാൻ ഈ വെളിപാട് ഗ്രന്ഥം പഠിപ്പിക്കണോ? വെളിപാട് ഗ്രന്ഥം പഠിപ്പിക്കണമെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഈശോ എന്നോട് സംസാരിക്കണം, അതെന്നെ ബോധ്യപ്പെടണം. വെളിപാടെന്ന് പറയുന്നത് എന്താണെന്ന് പോലും, വെളിപാട്, എന്ത് വെളിപാടാവുള്ളതെന്ന് എനിക്കൊന്നും അറിയില്ല. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഇതിൻ്റെ ഡേറ്റ് അടക്കം, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് എന്ന് വരും, ലോകാവസാനം എന്നത് സത്യമോ മിഥ്യയോ, അത് ലോകം അവസാനിക്കണമെങ്കിൽ ആകാശവും സൂര്യനും ചന്ദ്രനും ഭൂമിയും കത്തിച്ചാമ്പലാകണമല്ലോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ യന്ത്രങ്ങൾ ഏത്, അതിൻ്റെ വസ്തുക്കൾ എന്ത് എന്നൊക്കെ എല്ലാ കാര്യം ലോകാവസാന യന്ത്രത്തിലൂടെയും പറഞ്ഞ ഒരു പുസ്തകം തന്നെ എഴുതാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പുസ്തകം പബ്ലിഷ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം അതൊക്കെ ലക്ഷങ്ങളുടെ വില വരുന്ന പുസ്തകമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിൽ അതൊക്കെ പുസ്തകമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട്, പണമില്ലാത്തതുകൊണ്ട് കുറേശ്ശേ ക്ലാസ്സിൽ കൂടെ ഞാൻ ജനത്തെ അറിയിക്കാം. അപ്പോൾ അതിന് തക്ക ഈ സൂര്യൻ കത്തിച്ചാമ്പലാകുമ്പോൾ സൂര്യൻ എന്നേക്കുമായിട്ട് അവസാനിക്കണം. അപ്പോൾ ചന്ദ്രൻ രക്തമയമായി മാറും എന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ പ്രക്രിയ നടക്കണം. അപ്പോൾ 7ാമത്തെ കാഹളം മുഴങ്ങിയപ്പോൾ ദൂതൻ തൻ്റെ പാത്രം സൂര്യനിലേക്ക് ഒഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യൻ അന്ധകാരമായി എന്ന് പറയുന്നത്. അപ്പോൾ അന്ധകാരമായി മാറണമെങ്കിൽ അതിന് തത്തുല്യമായ ഒരു പ്രക്രിയ അവിടെ നടക്കണം. അതോടൊപ്പം ഭൂമി മുഴുവൻ തീഗോളമായിട്ട് മാറണമെങ്കിൽ അതിന് പറ്റിയ സംഭവം ഇവിടെ നടക്കും. എത്ര പെട്രോൾ ഭൂമി മുഴുവൻ ഒഴിച്ചാലും
ഒരു നിമിഷം നേരം പെട്രോളും കത്തിപ്പോവും, ഭൂമിയും സൂര്യനും ചന്ദ്രനും പിന്നെ നിൽക്കും. അപ്പോൾ അത് കത്തിച്ചാമ്പലാവുക അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാവുക എന്നുള്ള രീതിയിൽ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും അതിന് തത്തുല്യമായ ഒരു ശാസ്ത്രീയ സംഭവം ഭൂമിയിലുണ്ടാവണം. ശാസ്ത്രീയ ഒരു വസ്തു കണ്ടുപിടിക്കപ്പെട്ടത്. അതിനാണ് ഇന്ന് ഏറ്റവും അവസാനമായി ലോകം കണ്ടുപിടിക്കപ്പെട്ട ഒന്നാണ് ഹൈപ്പർസോണിക് മിസൈൽ. അതിൻ്റെ വചന രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതുമാണ്. അതിന് ഇതുണ്ട്, ഹബക്കുബറിൻ്റെ പുസ്തകത്തിലും സഫാനിയുടെ പുസ്തകത്തിലും വെളിപാടിൻ്റെ പുസ്തകത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചു, വചന രൂപത്തിൽ എഴുതി വെച്ചു. ആ വചന രൂപത്തിൽ എഴുതി വെച്ചതിൻ്റെ വസ്തുരൂപമാണ്, അതിൻ്റെ യന്ത്രരൂപമാണ് ഇന്നത്തെ ഹൈപ്പർസോണിക് മിസൈലുകൾ. അതുപോലെ തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ബഹിരാകാശത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് ബഹിരാകാശത്ത് വെച്ച് തന്നെ എത്ര ഉയരത്തിൽ പറഞ്ഞാലും എത്ര വേഗത്തിൽ പറഞ്ഞാലും അതിനെ വെടിവെച്ച് താഴെയിടാൻ പറ്റാത്തതുകൊണ്ട് അതിനെ അവിടെ വെച്ച് തന്നെ കത്തിക്കുന്ന സംഭവമാണ് അയൺ ബീം എന്ന ലേസർ രശ്മിയുടെ ഫയറിംഗ് സംവിധാനം. ലേസർ രശ്മിയുടെ വെടിയുണ്ട അങ്ങ് ചെല്ലുമ്പോൾ അത് അവിടുന്ന് കത്തുന്നു, അതങ്ങനെ പൊട്ടുന്നു. അങ്ങനെ ബഹിരാകാശത്ത് ഭീമാകാരമായ ആണവ സ്ഫോടനം നടക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ, യേശു ഇതെല്ലാം ഇങ്ങനെ വെളിപ്പെടുത്തി തന്നപ്പോൾ, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള എല്ലാ രഹസ്യങ്ങളും, ആ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ എല്ലാ വചനത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും സർവശക്തനായ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ ഇത് ഡെമോക്രേറ്റ് ചെയ്യുക, ഇത് പഠിപ്പിക്കുക എന്നാണ് കർത്താവിനോട് പറയുന്നത്. സുവിശേഷം നീ പറയേണ്ട എന്നുള്ളൊരു തത്വസംഹിത കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. എന്നാൽ വെളിപാട് ഗ്രന്ഥത്തെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ചില ഇടവചനങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില ചൂണ്ടുപലകൾ സുവിശേഷത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിപാട് ലേഖനങ്ങളിലുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ പഴയ നിയമ ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ അതെടുക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഇന്ന് കത്തോലിക്ക സഭയിലോ ലോകത്തിലെ ഒരു വ്യക്തിക്കുമോ സുവിശേഷം ആവശ്യമില്ല. അതിൻ്റെ ഒരു കാരണം സുവിശേഷം ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും സുവിശേഷം നിറഞ്ഞുപോയി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ്റർനെറ്റ് എന്ന സംവിധാനത്തിൽ കൂടെ ലോകത്തിൽ ബഹിരാകാശം മുതൽ ശൂന്യാകാശത്തിൽ കടന്നു വന്ന് അത് ഭൗമാന്തരീക്ഷത്തിൽ പറിച്ച് അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചു. അന്തരീക്ഷത്തിൽ അത് ഭൂമിയിലെ ജനങ്ങൾ മുഴുവനും കേട്ടു. ഭൂമിക്കടിയിൽ ഇരിക്കുന്ന മുങ്ങിക്കപ്പലുകളിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ മുങ്ങിക്കപ്പലിന് കടലിനടിയിൽ താമസിക്കുമ്പോഴും അവിടെയും എന്ത് കേൾക്കാൻ പറ്റും? സുവിശേഷം മൊബൈൽ ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റും. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ യന്ത്രസമയം ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. പാതാളത്തിൽ ഇരിക്കുന്നവരും പാതാളത്തിലെ കോടാനുകോടി സാത്താന്മാരും ലൂസിഫറും അവൻ്റെ ശിഷ്യന്മാരുമല്ല അവിടെ ഇരുന്നത് അവന് ഈ സുവിശേഷം കേൾക്കുകയാണ്. അവന് ഇനിയിപ്പോൾ ഇതിൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാൻ പറ്റാത്തതുകൊണ്ട് അവനങ്ങനെ മാനസാന്തരവും ഇല്ല, പശ്ചാത്താപവും ഇല്ല, അനുതാപവും ഇല്ലാണ്ട് അങ്ങനെ അവനും ജീവിക്കും. അവനറിയാം ഇനി പുറത്ത് വന്നാൽ കർത്താവായ യേശു ക്രിസ്തു കുഞ്ഞാട് അവനോട് യുദ്ധം ചെയ്യും. ഒരു കുഞ്ഞാടാ. അപ്പോൾ അതിനെ സിംഹം വന്ന് കടിച്ച് ചിന്തി അതിനെ കൊല്ലാം, ചെന്നായി വന്ന് കടിച്ച് കയറി കൊല്ലാം, അല്ലെങ്കിൽ പുലിയോ കടുവയോ സിംഹമോ ഒക്കെ വന്ന് കരടിയൊക്കെ പിടിച്ചു കൊല്ലാം. പക്ഷേ ആ കുഞ്ഞാടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അത്ര വലിയ പ്രാപഞ്ചിക ശക്തി, അതായത് അതാണ് ദൈവമായ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. അതൊരു വലിയ ശക്തിയാണ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ ജ്ഞാനമാണ് മനുഷ്യന് ആവശ്യം. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇവിടെ വെളിപാട് 13:10 ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും ജ്ഞാനവും ആവശ്യമായി വരുന്നത്. ജ്ഞാനം എന്ന് പറയുമ്പോൾ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കേട്ടിട്ടുള്ള സുവിശേഷമല്ല യഥാർത്ഥ ജ്ഞാനം. തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ കത്തിയാൽ അഗ്നി, എണ്ണ കത്തുമ്പോൾ അതിനെ വെളിച്ചമുള്ള എണ്ണ. ഈ എണ്ണ ഉപയോഗിച്ച് തിരിയിട്ട് കത്തിച്ചാൽ, പഴയകാലത്ത് മണ്ണെണ്ണയില്ലോ, മണ്ണ കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തിന് മുമ്പ് ഒന്നെങ്കിൽ ഒലിവെണ്ണയ്ക്കകത്ത് തിരിയിട്ട് ഇസ്രായേൽക്കാർ ആ കാലഘട്ടത്തിൽ ഒലിവെണ്ണയ്ക്കകത്ത് തിരിയിട്ട് കത്തിക്കും, ഒലിവെണ്ണ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ വെളിച്ചമുള്ള എണ്ണ, വെളിച്ചെണ്ണ. ഇത് അറിവാണ്. 5 തരം. അത് തെങ്ങിൽ നിന്ന് നേരിട്ട് നമുക്ക് എണ്ണ കിട്ടില്ല, തേങ്ങയിൽ കിട്ടില്ല. അത് കൊപ്രയാക്കണം, ആട്ടണം, അതിനുശേഷം എണ്ണ, അപ്പോഴേ നമുക്ക് വെളിച്ചം കാണാൻ പറ്റുള്ളൂ എന്നത്. ഇങ്ങനെ അറിവ്, ഇതിൻ്റെ അറിവിൻ്റെ തലം എന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇതുവരെ സഭയിൽ നിന്ന് പഠിച്ചത് അറിവിൻ്റെ തലങ്ങളാണ്. ജ്ഞാനത്തിൻ്റെ തലം ഇന്ന് സുവിശേഷത്തിൻ്റെ രൂപത്തിൽ കേരള സഭയിൽ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ഇത്ര ആമുഖം പറഞ്ഞതിന് ശേഷം വ്യക്തമായൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ആ പറയാൻ പോകുന്നതിൻ്റെ ഉദാഹരണം കേൾക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം. ഞാൻ പലപ്പോഴും നിങ്ങൾക്കറിയാം, എൻ്റെ ക്ലാസ് കിട്ടുള്ളവർക്കറിയാം, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് യേശു എന്നോട് പറഞ്ഞ സനാതന സുവിശേഷം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സനാതന സുവിശേഷം. ആ സനാതന സുവിശേഷം എന്ന് പറയുമ്പോൾ അതെവിടെയാണ് ചോദിച്ചിരിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം
6-ാം തിരുവചനം. മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ, എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം അടുത്തു കഴിഞ്ഞു. അപ്പം വിധിയുടെ സമയം, ലോകാവസാനത്തിൻ്റെ സമയം, ആ വിധി അടുത്തു വന്നിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സുവിശേഷമാണ് സനാതന സുവിശേഷം. അല്ലാതെ മത്തായിയുടെ സുവിശേഷവും മത്തായി, മർക്കൂസ്, ലൂക്ക, യോഹന്നാൻ്റെ സുവിശേഷം, യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷമല്ല ഇന്ന് സഭയിലും ലോകത്തിലും ആവശ്യമുള്ളത്. കാരണം അത് കേട്ട് കഴിഞ്ഞു, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, അത് നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞു. യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്നും ക്രൂശിൽ തൻ്റെ ശരീരം പീഡകൾക്ക് വിട്ടുകൊടുത്ത് മനുഷ്യൻ ചെയ്ത തിന്മയുടെ ദുരാത്മാക്കളെ, മരണത്തെ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് രക്തം ചിന്തി നമ്മുടെ പാപവും തിന്മയും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണെന്നും ആ യേശു ക്രിസ്തു അല്ലാതെ ഭൂമിയിൽ മറ്റൊരു ദൈവവും ഇതുവരെ നൽകപ്പെട്ടിട്ടില്ല എന്നും അതാണ് പരമസത്യമെന്ന് ലോകവും ചരിത്രവും പ്രപഞ്ചവും ഇസ്രായേലും കണക്കുകൂട്ടലുകളും തിയോളജിയും സൈക്കോളജിയും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും എല്ലാവർക്കും അറിയാവുന്ന ഏക പരമസത്യദൈവം ക്രിസ്തുവാണ് ഏക സത്യദൈവം എന്നാണ്. അതിന് ശാസ്ത്രീയമായിട്ടും രാഷ്ട്രീയമായിട്ടും തിയോളജിപരമായിട്ടും ബയോളജിപരമായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും എല്ലാം മാത്തമാറ്റിക്സ് പരമായിട്ടും കെമിസ്ട്രി പരമായിട്ടും എല്ലാം തെളിയിക്കാൻ കഴിയുന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ദൈവത്തെയും ദൈവമാണെന്ന് അംഗീകരിക്കാൻ, ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനോ ഈ പറഞ്ഞ രീതിയിൽ തെളിയിക്കാനോ സാധ്യമല്ല. കാരണം അത് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ശൂന്യമായി പോകും. എന്നാൽ യേശു ക്രിസ്തു എന്നതിൻ്റെ തെളിവ്, ചരിത്രസത്യമായ തെളിവ്, കാൽക്കുലേഷൻ, കണക്കുകൂട്ടലിൻ്റെ തെളിവുകൾ, രാഷ്ട്രീയമായിട്ടുള്ള തെളിവുകൾ, ജൈവശാസ്ത്രപരമായ തെളിവുകൾ, തിയോളജിപരമായിട്ടുള്ള തെളിവുകൾ, പൊളിറ്റിക്സ് പരമായിട്ടുള്ള തെളിവുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തെളിവുകൾ, എല്ലാത്തിനകത്തും തെളിവ് നിരത്തി ഏകസത്യദൈവം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു സത്യം യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതപ്പോൾ ആ സുവിശേഷം നമുക്ക് ആവശ്യമില്ല. അത് കേട്ട് നമ്മൾ കണ്ട് അറിഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നമ്മളൊരു വിദ്യാഭ്യാസ രംഗത്തിൽ നമ്മളൊരു വിദ്യാഭ്യാസ രംഗത്തിൽ ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠനം ഉദാഹരണം പറയും. 5 ലക്ഷം രൂപ കൊടുത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മൾ കയറി ജർമ്മൻ ഭാഷ കംപ്ലീറ്റ് പഠിച്ചു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആ പരീക്ഷ പാസ്സായി, നമ്മൾ ഓൾറെഡി ജർമ്മനിയിലെത്തി, ജോലിയിലുമായി. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ പെട്ടിയിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജോലിയിലായി. പിന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആ ഭാഷ പഠനത്തെ പറ്റി നമുക്ക് ആവശ്യമുണ്ടോ? പിന്നീട് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഭാഷ ഉപയോഗിച്ച് പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ് എന്നതുപോലെയാണ് സുവിശേഷം ഇനി ലോകത്തിന് ആവശ്യമില്ല. സുവിശേഷം ഇനി ജനത്തിന് സഭയ്ക്ക് ആവശ്യമില്ല. സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. കത്തോലിക്ക സഭയിലോ സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ സുവിശേഷം ആവശ്യമില്ല. എല്ലാവർക്കും അതിൻ്റെതായ തലങ്ങളിൽ സുവിശേഷം എത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചൈനക്കാർക്ക് ഇത് ചൈനീസ് രാഷ്ട്രമാണ്, ഞങ്ങളുടെ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം എന്താണ്, ഞങ്ങൾക്കിവിടെ സഭ എന്താണെന്ന് അറിയത്തില്ല, സഭയുടെ ആവശ്യമില്ല, ഞങ്ങൾ ക്രിസ്തു എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ചൈന ജനമാണെന്ന് അവർക്കറിയാം. അത് ഒരു മതരാഷ്ട്രമല്ലെന്നും അവർക്കറിയാം. അതിന് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് ഇന്ത്യക്കാർ പറയുമ്പോൾ ഇവിടെ സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല, ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഇത് ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ മറ്റൊരു ക്രിസ്ത്യൻ രാഷ്ട്രമുണ്ട്. അപ്പോൾ യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ, അമേരിക്ക, അത് ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്ന് ഈ ഹിന്ദു രാഷ്ട്രങ്ങൾക്കറിയാം. ചൈന, റഷ്യ പോലത്തെ രാഷ്ട്രങ്ങൾ, മതമില്ലാത്ത രാഷ്ട്രങ്ങൾക്ക് അവർക്കറിയാം. ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് അവർക്കറിയാം. അപ്പോൾ ലോകത്തിന് മുഴുവൻ അറിയാം ഒരു യഹൂദ സംസ്കാരം, യഹൂദ മതം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരാണ്. അതും അവർക്കറിയാം. അത് ലോകത്തിന് മുഴുവൻ അറിയാം. അതേ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വിവിധ രീതിയിൽ അത് പഠിക്കാൻ കാരണങ്ങളാണ്. എന്നതുപോലെ കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് പ്രഘോഷിച്ച് പറഞ്ഞു തീർന്നു. 2000 ആണ്ട് കൊണ്ട് സുവിശേഷം തീർന്നു ഭൂമിയിൽ. ഇനി സുവിശേഷം പ്രഘോഷിക്കാൻ പാടില്ല, ഇനി സുവിശേഷം ആവശ്യമില്ല ജനത്തിന്. കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാവരുടെ കയ്യിലുണ്ട്. ഇനി എന്താണ്? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇതാ വരുന്നു, രണ്ടാമത് വരുന്നു. രണ്ടാം വരവ്, ക്രിസ്തുവിൻ്റെ പുനരാഗമനം, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണം. ലോകം അപ്രത്യക്ഷമാകുന്നു. ചന്ദ്രനും സൂര്യനും ഭൂമിയും കത്തി പ്രപഞ്ചം ഇല്ലാതെയാകുന്നു. അതിനുശേഷം പിന്നീട് 2 വസ്തുക്കളാൽ പ്രപഞ്ചം ചുരുങ്ങുന്നു. ഒന്ന് നിത്യപാതാളവും ഒന്ന് നിത്യസ്വർഗരാജ്യവും. ഒന്ന് നിത്യപാതാളം എന്ന് പറയുന്നത് ഭൂമിയിലെ മുഴുവൻ ആണവ ആയുധങ്ങളും 5000 തവണ തുടർച്ചയായിട്ട് പൊട്ടും. 5000 നമ്മുടെ പൂത്തിരി ഇങ്ങനെ പൊട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസിനൊക്കെ പൂത്തിരി ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിനിങ്ങനെ സ്പാർക്ക് ചെയ്ത് പിന്നുന്നതാണ് പൂത്തിരി കത്തിക്കാന്ന് പറയും.
പിന്നെ നിലത്ത് കുരവ് പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് മേലേക്ക് അത് തീ എത്തുമ്പോൾ ഇങ്ങനെ ചൂള പോലെ തീ മേലേക്ക് പൊന്തി ഇങ്ങനെ തീക്കട്ടകൾ താഴേക്ക് വീഴും. ഇതൊക്കെ മനുഷ്യനുള്ള വെടിമരുന്ന് കരിമരുന്ന് പ്രയോഗം കഴിക്കുമ്പോൾ അവിടെ വലിയ സ്ഫോടനം നടക്കും. അതിൽ നിന്ന് പ്രകാശരശ്മിയിലേക്ക് ഇങ്ങനെ താഴേക്ക് നിവേദിക്കും നമ്മൾ. ഇതെല്ലാം അതേപോലെ തന്നെ അതിൻ്റെ ഒരു മോഡലാണ്. ഒരാണവ സ്ഫോടനം നടന്ന് ലോകം കത്തിച്ചാമ്പലാകുന്നൊരു അതിൻ്റെ ഒരു മോഡൽ സിസ്റ്റമാണ് ശരിക്കും ഇപ്പോൾ കിടക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങളെല്ലാം. അതേപോലെ 5000 പ്രാവശ്യം ഭൂമി ഒരേ സമയം നിൽക്കുന്ന നിപ്പിൽ ഇങ്ങനെ കത്തിച്ചാമ്പലായിട്ട് ഇങ്ങനെ വൈബ്രേഷനായിട്ട് ഇടിമിന്നൽ പോലെ ഭൂമിയായിട്ട് മാറും. അതാണ് നിത്യപാതാളം. അല്ലാതെ ഇപ്പം പാതാളത്തിൽ നോക്കിയാൽ കാണാൻ പറ്റുകയില്ല. പാതാളം ഇപ്പോൾ എവിടെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അതാണ് പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കഷ്ണം വിറകാണെങ്കിൽ അമ്മ എനിക്ക് ചാരം ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അമ്മ ഒരു 10 വയസ്സിന് കൊച്ചമ്മയോട് അമ്മ എനിക്കിപ്പോൾ ചാരം വേണം. ചാരം ഇവിടെ ചാരം ഇത് കത്തണമാരെ കത്തിക്കഴിഞ്ഞാലേ ചാരം ഉണ്ടാവുള്ളൂ എന്നതുപോലെ ബൈ പ്രൊഡക്റ്റാണ്, ആഫ്റ്റർ പ്രൊഡക്റ്റാണ്. ഒരു വസ്തു പൂർണ്ണാവസ്ഥയിലെത്തി അതിൻ്റെ പ്രൊഡക്റ്റ് പുറത്തു വരണം. പാലിനകത്ത് മോരൊഴിച്ച് വെച്ചാൽ അത് പിന്നെ പിറ്റേ ദിവസം മോരായി. മോര് കടയുമ്പോൾ നെയ്യായി. നെയ്യ് തീയിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് എണ്ണയായി. ആ എണ്ണ തിരികത്തിക്കണ കത്തിക്കാം, അഗ്നിക്ക് വേണം അഗ്നിക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വന്ന് ഏറ്റവും അതിൻ്റെ അവസാനം അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നതിന്, ഒരു വസ്തുവിന് പൂർണ്ണാവസ്ഥ പ്രാപിച്ചതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയാണ് ഒന്ന് പാതാളവും ഒന്ന് സ്വർഗരാജ്യവും. ഇത് ഭൂമി കത്തിച്ചാമ്പലായി പാതാളമാവുമ്പോൾ അത് നിത്യജീവൻ വസിക്കുന്ന ഒരു സ്ഥലം, നിത്യതയുടെ ഒരു സ്ഥലം, നിത്യവിശുദ്ധിയുടെ, നിത്യ ആനന്ദത്തിൻ്റെ, നിത്യമഹത്വത്തിൻ്റെ, മരിച്ചവരുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് പുനർജന്മം നൽകി, പുനർജീവിതം നൽകി, നഷ്ടപ്പെട്ടുപോയ ശരീരത്തെ തിരിച്ചു തന്ന്, അതേ ശരീരത്തിൻ്റെ മഹത്വമുള്ള ശരീരം തന്ന് അതൊരു പ്രത്യേക ഭാഗത്ത് മാത്രമായി ജീവിക്കുന്ന സ്വർഗരാജ്യം അഥവാ ഹെവൻ, അല്ലെങ്കിൽ നിത്യതയുടെ സ്ഥലം, നിത്യജീവൻ എന്നൊക്കെ അർത്ഥമാണ്. അത് സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചം അപ്രത്യക്ഷമാണ്. പ്രപഞ്ചം കത്തിയേ പറ്റൂ. കത്തിയതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഭൂമിയും പ്രപഞ്ചവും കത്തി ചാമ്പലായി കഴിയുമ്പോൾ ഒന്ന് പാതാളമായിട്ട് തിരിയുന്നു, മറ്റൊന്ന് സ്വർഗമായിട്ട് തിരിയുന്നു. അങ്ങനെ സംഭവിക്കുന്ന സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സുവിശേഷമാണ് സനാതന സുവിശേഷം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ, എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആ വിധിയുടെ സമയം അങ്ങനെ വിധിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആണവ ബോംബിൻ്റെ സ്ഫോടനങ്ങൾ നടക്കണം. അങ്ങനെ നടക്കാൻ വേണ്ടി കാലം അടുത്തെത്തി നിൽക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, വലിയ ഗുരുതരമായ ഒരു അവസ്ഥ, വലിയ ദുരന്തത്തിൻ്റെ അവസ്ഥ. ഒരു മനുഷ്യനും ഒരു സഭയ്ക്കും ഒരു ക്രിസ്തുവിശ്വാസിക്കും ഒരു പരിശുദ്ധാത്മാവിനും ഒരു ഭൂമിയിലെ സഭയുടെ ശുശ്രൂഷകൾക്കൊന്നിനും സാധിക്കാൻ പറ്റാത്ത വലിയ ഒരു നിഗൂഢ ദുരന്ത അവസ്ഥയുടെ തിട്ടയിൽ, മണൽത്തിട്ടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് ആര് അടർത്തി മാറ്റപ്പെടുന്നുവോ, ആ പശ്ചാത്തലത്തിൽ ആര് അവിടുന്ന് ഓടി മാറി തെന്നി മാറി രക്ഷപ്പെടുന്നുവോ, ആ വ്യക്തിക്കുള്ളതാണ് നിത്യജീവൻ. ഇനി അതെന്താണ് ഇവിടെ നമുക്ക് നോക്കാം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ പറഞ്ഞു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. സമുദ്രത്തിൻ്റെ മണൽത്തിട്ട, ഈ സമുദ്രം എന്താണെന്നും മണൽത്തിട്ട എന്താണെന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം കടൽ കണ്ടിട്ടുള്ളവർ, ഈ കടൽ കാണാത്ത ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, അല്ലെങ്കിൽ റഷ്യയുടെ ലോകത്തിൻ്റെ ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ നടുഭാഗത്തൊക്കെ താമസിക്കുന്നവർ കടൽ കാണാൻ വേണ്ടി എത്രയായിരം കിലോമീറ്റർ കടൽ തീരത്തേക്ക് ഓടി വന്നാലാണ് കടൽ കാണാൻ പറ്റുക. അതൊന്നും ആലോചിച്ച്, കേരളത്തിലുള്ളവർക്ക് കടൽ കാണാൻ എന്ത് എളുപ്പമുണ്ട്? 100 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ സമുദ്രതീരത്തേക്ക് ഓടി മാറിയാൽ സമുദ്രം കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഒക്കെ ദൂരെ കിടക്കുന്ന ആളുകൾക്ക് സമുദ്രം കാണണമെങ്കിൽ ഈ സമുദ്രത്തിനടുത്തേക്ക് ഓടി വരണം. വിമാനം കയറിയോ കപ്പൽ കയറിയോ അല്ലെങ്കിൽ മറ്റേ ട്രെയിൻ കയറിയോ ഒക്കെ വരണം, അല്ലാതെ അവർക്ക് കടൽ കാണാൻ പറ്റും. അപ്പോൾ കടലിൻ്റെ പ്രത്യേകത വെച്ചാൽ കടലിലെ തിരമാലകൾ, കടലിൽ ഉപ്പുള്ളതാണുള്ളത്, ഉപ്പുള്ള ഇങ്ങോട്ട് കയറി വരുന്നു, അതിൻ്റെ തീരം മണൽത്തിട്ട അല്പലേശം പൊന്തിരിക്കും, അവത്തേലിട്ട് തിരമാലകൾ ഇങ്ങനെ കയറി വരുന്നു, വീണ്ടും ഇറങ്ങുന്നു.
കയറി വരുന്നു, വീണ്ടും വരുന്നു. മഴക്കാലത്ത് അത് കയറി ആ മണൽത്തിട്ടിയുടെ മുകളിൽ കൂടെ കടലിൽ പുറത്തേക്ക് കടക്കുന്നു. അപ്പം എങ്ങനെ നോക്കിയാലും ഈ മണലിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, മണലുള്ള ഭാഗങ്ങളിൽ ഒരിക്കലും ഒരു ചെടി വളരുക എന്നവർ ജീവൻ വളരാൻ പറ്റാത്ത ഒരേ ഒരു സ്ഥലം സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയാണ്. നമുക്കറിയാം, പിന്നെ ഐസ് വീഴുന്ന സ്ഥലങ്ങൾ ഹിമാലയം, ആ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം അത്രമാത്രം തണുത്ത പ്രദേശങ്ങളിൽ വളരുന്ന ചെറിയ സസ്യങ്ങളും ആ തണുപ്പിൽ ജീവിക്കുന്ന ഹിമക്കരടികളും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിനകത്തും ജീവികൾ ജീവിക്കുന്നുണ്ട്. പറ്റിയ സസ്യങ്ങൾ അവിടെ ചെറിയ ചെറിയ മണൽത്തരങ്ങളിൽ, മണലുകളിൽ, മണ്ണുകളിൽ അതും വളരുന്നുണ്ട്. എന്നാൽ ഒരു ജീവിയും ഒരു ജീവനും ഒരു ജീവിതവും ഒരു സസ്യങ്ങൾക്കും വളരാൻ പറ്റാത്ത ഒരേ ഒരു സ്ഥലം എന്ന് പറയാൻ മണൽത്തിട്ടയാണ്. മണൽത്തിട്ട കാരണം ഉപ്പുവെള്ളമാണ്, മറ്റൊന്ന് മണലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുവെള്ളം കയറി ഇങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു കാരണവശാലും ഒരു ജീവനും നിലനിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയാം. അപ്പോൾ കർത്താവ് പറയാണ്, സന്താനങ്ങളെ വിശേഷങ്ങളോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിർവഹിപ്പിച്ചു. അപ്പോൾ ആ മണൽത്തിട്ടയെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ആ മണൽത്തിട്ട എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ ഒരു സസ്യമോ ഒരു ഒരു പയറ് മുളയ്ക്കുകയോ ഒരു പച്ചക്കറിയുടെ എന്തെങ്കിലും സാധനം മുളയ്ക്കുകയോ ഒന്നും ചിലർ തെങ്ങും വയ്ക്കാൻ പറ്റില്ല, അത് അവിടെ വളരില്ല, മറ്റൂറ്റുവിത് എന്നതുപോലെ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട. എന്നാൽ ഇവിടെ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട എന്ന് പറയുന്നത് രണ്ട് ചില സംഭവത്തെ ഓർത്തുകൊണ്ടാണ് സർവശക്തനാധികമാണ്. അതിൻ്റെ പ്രതീകാത്മക അർത്ഥമാണിത്. അതിനകത്ത് ദൈവം നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്, സമുദ്രം എന്ന് പറയുന്നത് ജനസമുദ്രമാണ്, അല്ലാതെ കടലല്ല. ജനസമുദ്രം, കടലെന്നും ജനങ്ങളുടെ കടലെന്നും പറയും, സമുദ്രം ജനസമുദ്രം എന്നും പറയും, രണ്ടും പറയും പ്രതീകാത്മകത്തിൽ. അപ്പോൾ ഒന്നാമത്തെ ജനസമുദ്രം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനമാണ്. രണ്ടാമത്തെ സമുദ്രം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. ഈ രണ്ട് സഭയും ഈ രണ്ട് രീതിയിലുള്ള സഭയാണ്. അപ്പോൾ കർത്താവ് അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലനിർപ്പിച്ചു എന്ന് പറയുമ്പോൾ, ദൈവകൽപ്പനകൾ കാക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്നതാണ് ഇന്ന് ഇസ്രായേൽ ജനം. അവർ ദൈവകൽപ്പനകളാണ് പാലിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിൻ്റെ വചനത്തെ അടിസ്ഥാനമായ എളിമ, ദേമ, കൃപകൾ, കൃപാവരങ്ങൾ, വരദാനങ്ങൾ, കുർബാനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഒരു ആത്മീയ കൃപകളുടെ, ആത്മീയ ഫലസിദ്ധിയുടെ, ആത്മീയ വിശുദ്ധിയുടെ വരദാനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജനസമൂഹമല്ല ഇസ്രായേൽ ജനം. അവർ പ്രമാണങ്ങൾ പാലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ, അതാണ് ക്രിസ്ത്യാനികൾ. യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവർ. അപ്പോൾ രണ്ട് സമുദ്രമാണ്. ഒന്ന് ഇസ്രായേൽ ജനമാകുന്ന സമുദ്രം, രണ്ട് കത്തോലിക്ക സഭയാകുന്ന യന്ത്രം. ഒന്ന് കൽപ്പനകൾ പാകുന്ന പഴയ നിയമ ഗ്രന്ഥത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ ജനം, കത്തോലിക്ക സഭ അതും കൽപ്പനകൾ അടിസ്ഥാനമാക്കിയാണ്. പിന്നെ അതിന് കുറച്ച് കൃപകളും കാര്യങ്ങളൊക്കെ ഉള്ള വേറെ വരദാനങ്ങളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവ രണ്ടും എന്താണ്? രണ്ട് ജനവിഭാഗമാണ്, രണ്ട് സമുദ്രമാണ്. ഇസ്രായേൽ ജനം എല്ലാവരും കൂടെ എഴുന്നേറ്റ്, പഴയ നിയമത്തിൽ പറഞ്ഞ ആ മരിച്ചുപോയ എല്ലാ ഇസ്രായേൽ ജനം എഴുന്നേറ്റ് നിന്നാൽ വലിയ കടൽ പോലെ ഉണ്ടാകുന്ന എസ്ഐ പ്രധാന പറഞ്ഞത്. കത്തോലിക്ക സഭയിലെ ഈ 2000 വർഷത്തെ ക്രിസ്ത്യാനെല്ലാം കൂടെ മരിച്ചപ്പെട്ടെല്ലാം കൂടെ ഒരു ഗ്രൗണ്ടിലേക്ക് എഴുന്നേറ്റ് വന്നാൽ ഒരു ഗ്രൗണ്ടൊന്നും കേല, ഭൂമിയുടെ പകുതി ഭാഗം ഇവരെ കൊണ്ട് നിറയും. മറ്റൊരു രാഷ്ട്രങ്ങളിലും അത്രമാത്രം ജനസന്ധതികളില്ല. അപ്പോൾ എന്താണ് കഥ പറയുന്നത്? സാക്ഷ്യം വഹിക്കുന്നതിനുമായി അവളുടെ സന്താനങ്ങളെ അവശേഷിക്കുന്നവർ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഇതിനകത്ത് ഈ വചനം ഇസ്രായേൽക്കാരിൽ തന്നെ നീതിബോധമുള്ള, സത്യസന്ധതയുള്ള, പ്രമാണങ്ങൾ പാലിക്കുന്ന, ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന, വിശുദ്ധി കൊണ്ട് നിറഞ്ഞ, വിശ്വാസമുള്ള, യാഹ്വേ എന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആ സത്യദൈവമായ യാഹ്വേ, യഹോവ എന്ന ആ ദൈവത്തെ, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറച്ചു പേരുകൂടി ഇപ്പോൾ ബാക്കിയുണ്ട്. ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി. അതിനിപ്പോൾ കുറച്ചുപേർ ഇസ്രായേലിൽ ഇന്ന് ജീവിക്കുന്ന ഈ ജനം. അതാണ് എൻ്റെ ഇന്നത്തെ അർത്ഥം. ഇപ്പോഴത്തെ അർത്ഥം 2026 അർത്ഥം എടുത്തു വെച്ച് പറയാം. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ 1 കോടി ഇസ്രായേൽക്കാർ ഇന്ന് ഇസ്രായേലിലുണ്ടെന്ന് വിചാരിക്കുക. അതാണ് ദൈവകൽപ്പനകൾ പാലിക്കുന്ന സന്താനങ്ങളിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ ജനം. അതേപോലെ ഇന്ന് ലോകം മുഴുവൻ ജീവിച്ചിരിക്കുന്ന 140 കോടി വരുന്ന കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികൾ. ഈ രണ്ട് വിഭാഗത്തോടാണ് ഇനി ആർക്ക് യുദ്ധം ചെയ്യാനുള്ളത്? സാത്താന് യുദ്ധം ചെയ്യാനുള്ളത്, പിശാചിന് യുദ്ധം ചെയ്യാനുള്ളത്, അശുദ്ധി കൊണ്ട് മൂടാനുള്ളത്, വിവേകം നശിപ്പിക്കാനുള്ളത്, വിശുദ്ധിയും ജ്ഞാനത്തെയും ഇല്ലാതെയാക്കാനുള്ളത്,
ദൈവ കൽപ്പനകളിൽ നിന്ന് അവരെ മാറ്റുവാനുള്ളത്. സ്വർഗഭോഗം മതി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ, ലിവിങ് ട്രൂത്തിന് മതി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ, വ്യഭിചാരം എന്ന തിന്മ ഇല്ല എന്ന് പറയുന്നവർ, ഇങ്ങനെയൊക്കെ അശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ ഇനി ഈ രണ്ട് വിഭാഗമേ ഉള്ളൂ. മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. ചൈനക്കാർ ഇത് പറയേണ്ട ആവശ്യമില്ല, റഷ്യക്കാർ പറയേണ്ട ആവശ്യമില്ല, ലോകത്തിലെ ഒരു രാഷ്ട്രങ്ങളും ഇത് പറയേണ്ട ആവശ്യമില്ല. ഈ ഇസ്രായേൽക്കാരും ഈ ക്രിസ്ത്യാനികളെ മാത്രമേ ഇവ ദൈവകൽപ്പം പാലിക്കുന്നവരും വിശുദ്ധിയുള്ളവരും അവരോട് യുദ്ധം ചെയ്യാൻ വഹിക്കുന്നവരും അവരുടെ സന്താനിൽ അവശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ, അതിപ്പോൾ അവശേഷിക്കുന്നത് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോഴെന്താ പ്രശ്നം എന്നറിയോ? ഇങ്ങനെ കുറച്ച് പേര് അവിടെ ഇവിടെയുമൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിലും സഭാവിഭാഗങ്ങളുടെ ഇടങ്ങളിലും ഇസ്രായേലിൻ്റെ ഇടങ്ങളിലും ഒക്കെ സർവശക്തനായ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന കുറച്ച് പേര് അവശേഷിക്കുന്നുണ്ട്. അവരെ വീഴിക്കുക, അവരെ തകർക്കുക, അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? സാധാരണ ഉദ്ദേശം. അപ്പോൾ എന്തായി? അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ജീവനില്ലാത്ത മണൽത്തിട്ട പോലെ ഇന്ന് ഇസ്രായേൽ ജനങ്ങളിൽ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട പോലുള്ള ഹൃദയങ്ങൾ ക്രിസ്ത്യാനികളിൽ, അച്ഛന്മാരിൽ, കന്യാസ്ത്രീകളിൽ, വചനപ്പോഴ ശുശ്രൂഷകളിൽ, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ, സഭാവിഭാഗങ്ങളിൽ മണൽത്തിട്ടകൾ രൂപം പ്രാപിച്ചു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് അതുകൊണ്ടാണ് ഞാൻ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ 3-4 ക്ലാസ്സുകളിൽ കൂടെ നിങ്ങളെ എടുത്തൊരുക്കിയത്. അപ്പത്തിൻ്റെ കാര്യത്തിൽ, നിത്യജീവൻ്റെ അപ്പത്തിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കേണ്ട അപ്പം ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത്? സാത്താനാണ് ഭക്ഷിക്കുന്നത്. ആരാധന, പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും ആരാധിക്കാൻ ദേവാലയങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരാണ്? ക്രിസ്ത്യാനികൾ ആണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനമായിരുന്നു. നേരത്തെ ഇസ്രായേൽ ജനമായിരുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് താറാൻ പറഞ്ഞു, താഴ്ത്തി ചാടി. ക്രിസ്ത്യാനി മുഴുവൻ ചാടി. മറ്റൊന്ന് നീ സാഷ്ടാംഗം പ്രണമിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു സാഷ്ടാംഗം പ്രണമിച്ചില്ല, ക്രിസ്ത്യാനികൾ മുഴുവൻ സാഷ്ടാംഗം എല്ലാ അഷ്ടവും അവൻ്റെ മുമ്പിൽ പ്രണമിച്ചു, അവന് വിധേയമാണ്. അപ്പോൾ ഇവരുടെ ഹൃദയം എന്തായി മാറി? അതാ കർത്താവ് പറഞ്ഞത്, അവരുടെ ഹൃദയം മണൽത്തിട്ടയായി മാറി, മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ കത്തോലിക സഭയിൽ ഇസ്രായേൽ ജനത്തിൽ ഇന്ന് സാത്താൻ നിലയുറപ്പിച്ചു. ഇതിന് സപ്പോർട്ട് ചെയ്യുവാൻ ലോകരാഷ്ട്രങ്ങളുടെ നിയമങ്ങൾ അവർ പൊളിച്ചെടുക്കുകയും ചെയ്തു. സ്വർഗ്ഗഭോഗം തെറ്റല്ല, തിന്മയല്ല. ലിവിങ് ട്രൂത്തിന് തെറ്റല്ല, തിന്മയല്ല. വ്യഭിചാരം എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. അപ്പോൾ കുർബാനകളുടെ ഘടന മാറ്റിയാൽ കുഴപ്പമില്ല. പാട്ടുകൾ, സിനിമാ ട്യൂൺ വെച്ച് ക്രിസ്ത്യൻ ഗാനങ്ങൾ പാടിയാൽ പ്രശ്നങ്ങളൊന്നുമില്ല. വസ്ത്രം എഴുതുപയോഗിച്ചാലും കുഴപ്പങ്ങളില്ല. അങ്ങനെ നിയമം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതിന് ഫ്രീമേസന്മാരെന്ന് പറയുന്നതാണ് ഫ്രീ സ്വാതന്ത്ര്യ പണിക്കാർ എന്ന പേരിൽ സഭയിൽ അകപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളും മെത്രാന്മാർ, കുറേ ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അങ്ങനെ സിമ്പലുകൾ മാറ്റിയാൽ കുഴപ്പമില്ല, വഴികൾ മാറ്റിയാൽ കുഴപ്പമില്ല, അടയാളം വഴി മനുഷ്യർ വഴിതെറ്റിയാലും കുഴപ്പമില്ല. അങ്ങനെ വഴിയൊന്നും തെറ്റുന്നില്ല, തിരിച്ചിവിടെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണൽത്തിട്ടയെ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ എന്തു സംഭവിച്ചു? മനുഷ്യൻ്റെ ഹൃദയം ഇന്ന് ജീവനില്ലാത്ത, ദൈവാത്മാവില്ലാത്ത, ദൈവവചനമില്ലാത്ത, നിത്യജീവന്റെ നീർച്ചാലിലെ നീർപ്പോളകളിൽ നിന്നും ഉടലെടുക്കുന്ന ജീവന്റെ ജലമായ ജീവജലമില്ലാത്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധിയുടെ ആ സ്നേഹ, സന്തോഷ, സുഖം അനുഭവിക്കാത്ത, ആത്മാവിൽ നിർവൃതിയും സന്തോഷവും ആനന്ദവും കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സും ശരീരവും രൂപപ്പെടുത്തിയെടുക്കാത്ത ഒരു പറ്റം സഭാവിഭാഗങ്ങളും ജനങ്ങളും രൂപപ്പെട്ടപ്പോൾ അത് മണൽത്തിട്ട പോലെയായെന്നും മണൽ പോലെയായി മാറിയെന്നും അത്തരം രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നതെന്നും കർത്താവ് പറഞ്ഞു വെച്ചെങ്കിൽ നാം ഇന്ന് മണൽത്തിട്ടയിലാണ് ഉള്ളതെങ്കിൽ, ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളതെങ്കിൽ തിരിച്ചു പിടിക്കാൻ ഇനി നമ്മുടെ മുമ്പിൽ വെറും 6 മാസമേ ഉള്ളൂ. ഒരേ ഒരു വർഷം 2027 മുമ്പ് ആരെങ്കിലും ജീവനുള്ള മണൽത്തിട്ടയിലെ ഒരു നല്ല മണ്ണിലേക്ക്, ഫലഭൂഷ്ടിയുള്ള മണ്ണിലേക്ക് അങ്ങോട്ട് മാറാൻ താല്പര്യമുള്ളവർ മാറിക്കൊള്ളുക. ഇല്ലെങ്കിൽ നിങ്ങളെ മാറ്റാൻ ആരും വരികയില്ല, ആരും നിങ്ങളെ ഉപദേശിക്കുകയില്ല, ആരും നിങ്ങളെ ആ നല്ല മണ്ണിലേക്ക്, ഫലഭൂഷ്ടമായ മണ്ണിലേക്ക്. അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ടല്ലോ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, അവൻ വിത്തുകൾ വാരിയെറിഞ്ഞു. കുറച്ച് കല്ലിൽ വീണു, മുള്ളിൽ വീണു, മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു, ആഴമുള്ള മണ്ണിൽ വീണു. അപ്പോൾ വിവിധങ്ങളായ ഫലങ്ങൾ കിട്ടി. എന്നതുപോലെ ആ ഫലങ്ങൾ കിട്ടത്തക്കതിൽ ക്രിസ്തുവാകുന്ന മണ്ണിലേക്ക്, ക്രിസ്തുവാകുന്ന വിശുദ്ധിയിലേക്ക്, അതിനകത്ത് നിത്യജീവന്റെ വചനമായ നീർച്ചാൽ ഒഴിച്ച് അതിനകത്ത് ഫലങ്ങൾ കൊയ്ത് യേശുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരവസരം കൂടി കർത്താവ്. ഒരേ ഒരു വർഷം നമ്മുടെ മുമ്പിൽ. പക്ഷേ 2026 പകുതി ഭാഗം കഴിയുമ്പോഴത്തേനും ലോകത്ത് വേറെ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടും, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ പ്രശ്നമായി രൂക്ഷമായിട്ടുണ്ടാകും, അതിശക്തമായ കൊടുങ്കാറ്റുകൾ, അതിശക്തമായ വെള്ളപ്പൊക്കങ്ങൾ, അതിശക്തമായ ആഭ്യന്തര കലാപങ്ങൾ, ആ അതിശക്തമായ യുദ്ധത്തിൻ്റെ സംഭവങ്ങൾ എല്ലാം ലോകത്ത് വരുമ്പോൾ ലോകം എന്നേക്കുമായിട്ട് നശിക്കുന്ന 1-ാം ഘട്ടം പിന്നിലേക്കും. അപ്പോൾ 1-ാം മുദ്ര, വെളിപാട് പുസ്തകം പറഞ്ഞ 1-ാമത്തെ മുദ്ര പൊട്ടും. പ്രിയപ്പെട്ട 2027 1-ാം മുദ്ര പൊട്ടും. ആ മുദ്ര പൊട്ടുന്നതിന് മുമ്പുള്ള ഏതാനും ചില മാസങ്ങൾ,
ഇപ്പോൾ ജനുവരി പോയി, ജനുവരി പോകാനിപ്പോൾ 10 ആയില്ലേ പ്രിയപ്പെട്ടവരെ. ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ജനുവരി അങ്ങ് പോകും. പോയിട്ട് പിന്നെ 11 മാസമുള്ളൂ നമ്മുടെ മുമ്പിൽ. അത് ഓർത്തുകൊണ്ട് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൂടെ എല്ലാം വ്യക്തമായിട്ട് പറയാൻ പറ്റിയില്ല. ക്ലാസ്സിൽ കൂടെ വന്നാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ ഒരുക്കി വിടാം. പിന്നെ നിങ്ങൾക്ക് എവിടെ പോയി ജീവിച്ചാൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടേ തീരൂ. അത് ഭയപ്പെടേണ്ട പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ഭയം കൊണ്ടൊന്ന് വിറയ്ക്കും. അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ, ഒന്ന് സനാതന സുവിശേഷം. എന്താണ് സനാതന സുവിശേഷം? വ്യക്തമായി ഞാൻ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ ദിവസം വന്നു കഴിഞ്ഞു. വിധിയുടെ സമയം ദിവസമൊന്നും പോലില്ല വന്നിരിക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആവാം, സെക്കൻഡ് ആവാം, 1 മണിക്കൂറാവാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതി ആവാം, അല്ലെങ്കിൽ ഒരു ദിവസം. അതെല്ലാം സമയത്തിലേക്ക് എടുക്കുകയാണ് നമ്മൾ. ആ ദിവസത്തിലേക്ക് നല്ല വന്നിരിക്കുന്നത്. ആ സമയം വന്നു കഴിഞ്ഞു. ആ വിധിയുടെ സമയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളിലാണ് നാം ഉള്ളത്. അത്ര വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിലും കത്തോലിക്ക സഭയിലും മണൽത്തിട്ട രൂപപ്പെട്ടു കഴിഞ്ഞു. മണൽത്തിട്ടയിലാണുള്ളത്. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഒരവസരം കൂടി, അതുകൊണ്ടാണ് വെളിപാട് 22:14 കർത്താവ് പറഞ്ഞ എന്താണ്, ആ ഒരു വചനോട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. അവിടെ കർത്താവ് പറഞ്ഞ ഒരവസരം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. വെളിപാട് 22:14 കർത്താവ് പറയാണ്, 22 ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ, അവയങ്ങൾ, ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കഴുകിയെടുക്കുവാൻ, പരിശുദ്ധി കൊണ്ട് കഴുകുവാൻ, കണ്ണുനീര് കൊണ്ട് കഴുകുവാൻ, സർവശക്തനായ യേശു ക്രിസ്തു തിരുത്വം കൊണ്ട് കഴുകുവാൻ, അങ്ങനെ ഒരിക്കൽ കൂടി വിശുദ്ധി പ്രാപിക്കാനുള്ള ചുരുങ്ങിയ സമയം ഈ 11 മാസം മാത്രം അവശേഷിക്കുമ്പോൾ പ്രിയ സഹോദരരെ, ഊട്ടി വന്ന് ക്ലാസ് കേട്ടിട്ട് ഓടി തിരിച്ചു പോകണം പ്രിയപ്പെട്ടവരെ. അത്ര തീവ്രതയും ശുഷ്കാന്തിയും നിങ്ങൾക്കുണ്ടാവണം. ആഗോള യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ നിൽക്കുന്നിടത്തുനിന്ന് നിങ്ങൾ അനങ്ങുകയില്ല പ്രിയ സഹോദരൻ. ലോകം മുഴുവൻ നിശ്ചലമാകും ലോകം. കൊറോണയേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് ലോകം എടുത്തെറിയപ്പെടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും പോക്കും വരവും പണവും കാര്യങ്ങളും എല്ലാം നിന്നുപോകും. അതിനു മുമ്പ്, അതുകൊണ്ട് പറയാം, ആ സമയത്തിന് മുമ്പുള്ള സനാതന സുവിശേഷമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ആ സമയം, വിധിയുടെ സമയത്ത് തൊട്ടുമുള്ള ആ സനാതന സുവിശേഷം. താല്പര്യമുള്ളവർ പ്രിയപ്പെട്ടവരെ ഓടി വരിക. ഇനി ആളുകൾ കൂടുതൽ വന്നാൽ 1 മാസം 2 ധ്യാനം വെച്ച് ആളുകൾ ഞാൻ ചെയ്യും. അതിന് ആളുകൾ ഓടി വരിക. പേര് പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ആളില്ലാതെ വന്നാലൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. എന്നെ ദൈവമായ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഈ സനാതന സുവിശേഷം കൊടുക്കുക. 1 സനാതന സുവിശേഷം കൊടുക്കുക. 2 മണൽത്തിട്ടയിൽ നിന്ന് മാറാൻ ഒരു അവസരം കൊടുക്കുക. അതെങ്ങനെയാണ് മണൽത്തിട്ട മാറേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവേണ്ടി വരുന്ന നമ്മളെ സർവശക്തനായ ദൈവം തൻ്റെ തിരത്വം കൊണ്ട് കഴുകുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അനീതിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 1:7. കർത്താവിൻ്റെ തിരത്വം കൊണ്ടുള്ള കഴുക്ക്, അത് തന്നെ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ആ പരിശുദ്ധി കൊണ്ട് നിറയുന്ന ആ പ്രക്രിയ, അതെങ്ങനെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി വിശദമായ അറിവിൻ്റെ തലം, ജ്ഞാനത്തിൻ്റെ തലം, അതീന്ദ്രിയ ജ്ഞാനതലത്തിൽ ഒരു വ്യക്തിയെ എന്നേക്കുമായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ് എളിയദാസിൻ്റെ ക്ലാസ്സുകൾ. അതുകൊണ്ട് ഇന്ന് എന്നോടൊരു സഹോദരൻ, മൂവാറ്റുപുഴയിൽ നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു. ആ സഹോദരൻ പറഞ്ഞു, വട്ടായിലച്ഛൻ്റെ ഒരു ധ്യാനം ഞങ്ങളുടെ ഇടവയിൽ നടക്കുകയാണ് മൂവാറ്റുപുഴയിൽ. പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, വട്ടായിലച്ഛൻ. അപ്പം ഞാൻ ആ സഹോദരൻ ചോദിച്ചു, സഹോദര, എൻ്റെ ക്ലാസ് കേട്ടേച്ചാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് വട്ടായിലച്ഛൻ്റെ ക്ലാസ് ആയിരുന്നു, നല്ല ധ്യാനമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദര, വെളിപാട് ഗ്രന്ഥത്തിൽ നിന്ന് ഏത് വചനമെടുത്താണ് വട്ടായിലച്ഛൻ നിങ്ങൾക്ക് ക്ലാസ് തന്നത്? അത് രീതിയിൽ ഒരുങ്ങാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? വെളിപാട് ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു വചനം നിങ്ങളെ പഠിപ്പിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെളിപാട് ഗ്രന്ഥത്തിൽ ഒരു വാക്ക് പോലും വട്ടായിലച്ഛൻ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, വെളിപാട് 18:3 നിന്ന് വിശുദ്ധി പ്രാപിക്കാൻ പറ്റിയിട്ടുണ്ടോ? വെളിപാട് 18:3, 4, 5 വചനത്തിൽ രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? സുവിശേഷം പറഞ്ഞു. അപ്പോൾ സുവിശേഷം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? അറിയായിരുന്നു. പിന്നെ എന്തിനാണ് ക്ലാസ്സിന് പോയത്? ചുമ്മാ പോയെന്നേ ഉള്ളൂ പത്രേ. കാരണം നിങ്ങളുടെ ക്ലാസ്സിലെത്തുന്ന വെളിപാടിൻ്റെ ക്ലാസ് നമുക്ക് വേറെ നിങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, മറ്റ് ക്ലാസ്സിലും ഇടയുണ്ട്. അപ്പം പിന്നെ വെറുതെ പോയെന്നുള്ളൂ. ഞാൻ പറഞ്ഞു, വെറുതെ പോയി നിങ്ങളുടെ സമയം പോയില്ലേ, എന്ത് കാര്യം? ഒരു കാര്യമില്ലെന്ന് പറയും. അദ്ദേഹം തന്നെ പറയും, ഒരു കാര്യം ഉണ്ടായില്ല, കുറച്ചിങ്ങനെ കേട്ട സുവിശേഷം തന്നെ കേട്ടിരുന്നു. എന്താണിത്? സനാതന സുവിശേഷം എന്താണെന്ന് ആദ്യം പഠിക്കുക. വിധിയുടെ ദിവസം, വിധിയുടെ ദിവസം വന്നു കഴിഞ്ഞു. വിധിയുടെ ദിവസത്തിന് തൊട്ടുമ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷമാണ് സനാതന സുവിശേഷം. അതിനെടുത്ത് പറയുകയാണ്, എന്നാണ് വിധി? 2020 ആഗോള യുദ്ധം, 2003 യുഗാന്ത്യം, 27 ആഗോള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ 11 മാസം.
അതാണ് അത്ര സമയത്തിന് മുമ്പ്, ഏതാനും സമയങ്ങൾക്ക് മുമ്പുള്ള ഇതാണ്. ആഗോള യുദ്ധത്തിലേക്ക് വന്നാൽ എല്ലാം ക്ലോസ്. ഓടി ഒളിക്കാൻ പോലും സമയമോ സ്ഥലമോ ഇല്ലാതെ മനുഷ്യൻ അത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ജോലി, വിദേശ ജോലിയൊക്കെ രാജിവെച്ച് വിദേശ ജോലിയിൽ നിന്ന് ഒന്നെങ്കിൽ ലീവ് എടുത്ത് വന്ന് കേരളത്തിൽ നമുക്കൊരു ധ്യാന സെൻ്റർ ഒരുങ്ങുന്നുണ്ട്. ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഏതാനും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് വലിയൊരു ധ്യാന സെൻ്റർ കേരളത്തിൽ ഒരുങ്ങിയാണ്. പ്രിയപ്പെട്ടവർ, അവിടെ ഒന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, വിദേശത്ത് നിന്ന്, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും, ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വന്നാലും പെട്ടെന്ന് ധ്യാനം കൂടി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള സംവിധാനത്തോടുകൂടി കേരളത്തിൽ ധ്യാന സെൻറ്റർ ഒരുങ്ങി വരികയാണ്. അതിന് പണി നടക്കുന്നു. അതൊക്കെ നിങ്ങൾ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതും ഈ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കർത്താവിൻ്റെ വരവിൻ്റെ സുവിശേഷം ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ സനാതന സുവിശേഷം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് വിദേശത്ത് പറയുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ വെളിപാട് ഗ്രന്ഥ ആസ്മാന ക്ലാസ്സുകളെല്ലാം വിശദമായിട്ട് വേണ്ടത് ബുധനെ എന്ന് പറയും. അപ്പം ഞാൻ പറയുന്നത് ശരി, അത് തന്നെ സംഭവിക്കാം. സുവിശേഷം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വീട്ടിൽ വെച്ച് വായിച്ച് ഞങ്ങളുടെ ചെറുപ്പത്തിൽ സുവിശേഷം കേട്ടിട്ടുണ്ട്, ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഒരുങ്ങണം, എങ്ങനെയാണ് ഈ ഒരുങ്ങേണ്ടതൊക്കെ വ്യക്തമായ വിധമൊന്നും ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ, വിശുദ്ധി പ്രാപിച്ചാൽ ക്രിസ്തുവിൻ്റെ വരവ് നമുക്ക് മഹത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയായിട്ട് മാറും. ഇല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിൽ തന്നെ ശിക്ഷയുടെ പീഡനങ്ങളെ കഥകളും സംഭവങ്ങളും നടക്കുമ്പോൾ നാം തകർന്ന് തരിപ്പണമായി പോകും. അതിൽ നിന്നും സംരക്ഷണം നേടുവാൻ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി അടിസ്ഥാനമാക്കി വളരെ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിനായി നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.